ഇതിനിടെ ഇറാനെതിരായ സൈനിക നടപടിയുടെ ചില സുപ്രധാനമായ ദൃശ്യങ്ങളും US സേന പുറത്തുവിട്ടിട്ടുണ്ട്. B-2B ബോംബർ ഉപയോഗിച്ച് ഇറാന്റെ സൈനിക ശേഖരം തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. തന്ത്രപ്രധാനമായ ഈ B-2B ബോംബറുകളായിരുന്നു ഇറാനെതിരായ തിരിച്ചടിക്ക് ഇസ്രയേലും ഒപ്പം അമേരിക്കയും പ്രധാന ആയുധമാക്കിയത്. ബങ്കറുകൾക്കടിയിൽ പോലും ഒതുങ്ങിയിരിക്കുന്നവരെ അവരുടെ സൈനിക ശേഖരങ്ങൾ, ആയുധശേഖരങ്ങളൊക്കെ തകർക്കാൻ വേണ്ടി അതീവ പ്രഹരശേഷിയുള്ള B-2B ബോംബറുകൾക്ക് കഴിയുന്നു. 30-ലധികം ഇത്തരം ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഖമനേയിയുടെ കൊലപാതകം, വധമടക്കമുള്ള നിർണായക സൈനിക നീക്കത്തിന് ഇസ്രയേലിന് കഴിഞ്ഞത്. എന്തായാലും ഖമനേയിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ തിരിച്ചടി തുടരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. മിസൈൽ ആക്രമണത്തിൽ ജെറുസലേമിൽ 9 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രയേലിൽ ഈ മാസം 12 വരെ അടിയന്തരാവസ്ഥ നീട്ടിയിട്ടുമുണ്ട്. ഗൾഫ് മേഖലയിലും ആക്രമണം തുടരുകയാണ്. ബഹ്റിനിലെ സൽമാൻ തുറമുഖം ആക്രമിച്ചു. ഇറാനിലെ എംബസിക്ക് UAEയും അടച്ചിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ മേഖല സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് അബുദാബി അറിയിച്ചു. UAEയും അബുദാബിയും സ്റ്റോക്ക് മാർക്കറ്റും 2 ദിവസത്തേക്കും അടച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ അവിടുത്തെ സാഹചര്യം. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, പശ്ചിമേഷ്യയുടെ പൊതുവായ പ്രശ്നങ്ങൾ, അത് ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. പ്രത്യേകിച്ച് മലയാളികൾ അടക്കമുള്ള ഇടങ്ങളിലാണ്. അവിടെ ആശങ്കപ്പെടുന്ന പല കാര്യങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി പശ്ചിമേഷ്യയിൽ പൊതുവിലുണ്ടാക്കുന്ന സാഹചര്യം എന്താണ്? എന്ത് മറുപടിയാണ് ഇക്കാര്യത്തിൽ ഇസ്രയേലും ഒപ്പം അമേരിക്കയും നൽകുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിരുന്നു. ഇപ്പോൾ അതിനുശേഷം വിപണി ഉൾപ്പെടെ തുറന്ന ഈ തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങളാണ് നിലവിലുള്ള ഈ ആക്രമണങ്ങൾ, അതിൻ്റെ ഒരു ഫലങ്ങൾ എല്ലാം കാത്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ അതിനു മുൻപേ ഈ ഒരു സംഘർഷങ്ങൾ അത് ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇറാൻ ഈ മേഖലയിലുള്ള UK ഒരു സൈനിക കേന്ദ്രത്തിനെയും ആക്രമിച്ചിട്ടുണ്ട്. ഈ മേഖലയിലുള്ള സൈപ്രസ് എന്ന് പറയുന്ന